ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ചോട്ടും നമ്മുടെ ഹൗസ് ഓണർ ആൻറ്റിയും കൂടി നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ഒരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ചോട്ടു ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോട്ടുവിനെ ഒന്ന് അടിപൊളിയാക്കി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ പോവുക. ഫ്രണ്ടിൽ തന്നെ ചോട്ടുവിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ചോട്ടുവിന് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. അങ്ങനെ ചോട്ടുവിനെ ഫ്രണ്ടിലിരുത്തി ഇങ്ങനെ ഇരിക്കുവാണ്. ചോട്ടുവിന് ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ ചോട്ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവർ അങ്കിൾ എന്താണ് ചെയ്യുന്നതെന്നും എല്ലാം ചോട്ടു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ചാലയിലേക്കാണ്. ആദ്യം ചാലയിൽ പോയിട്ട് ആൻറ്റിക്ക് കുറച്ച് ബ്ലൗസിന് മെറ്റീരിയൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പോയി ബ്ലൗസിന് മെറ്റീരിയലൊക്കെ പറഞ്ഞ് അത് കട്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചോട്ടുവാണെങ്കിൽ ചോട്ടുവിന് ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ അവസാനം ചോട്ടുവിനൊരു സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ ചോട്ടു അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കുറച്ച് എംബ്രോയ്ഡറി പിന്നെ ക്രാഫ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിക്കാനാണ്. അവിടെ പോയപ്പോൾ ചോട്ടുവിനൊരു കുട്ടി ഫ്രണ്ടിനെ കിട്ടി. പിന്നെ അവർ തമ്മിൽ അവരുടെ വാച്ച് കാണിച്ചു കൊടുക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ചോട്ടുവിൻ്റെ അതേ ഏജിലുള്ളൊരു കൂട്ടുകാരിനെയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ചോട്ടുവിന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു ചെറിയ തോതിൽ ചോട്ടു ഷൈയൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മോളുടെ വാച്ചൊക്കെ ആദ്യമേ അങ്ങോട്ട് ചോട്ടുവിന് കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ നമ്മളിനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓരോ കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയേക്കുന്നത് ഈസ്റ്റ് ഫോർട്ടുള്ള അന്നപൂർണയിലാണ്. അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. മസാല ദോശ അടിപൊളി മസാല ദോശയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ഒരു വെജിറ്റേറിയൻ ഫുഡ് മസാല ദോശ ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ചോട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോട്ടു ഇതൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി. ചോട്ടുവിന് എപ്പോഴും എൻ്റെ പ്ലേറ്റിൽ ഇരുന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. വേറെ ആരുടെ ഒപ്പവും ചോട്ടു അങ്ങനെ അധികം ഇരുന്ന് കഴിക്കത്തില്ല. എന്നാൽ ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുവാണെങ്കിൽ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ചെങ്കിലും ചോട്ടുവിന് കഴിച്ചില്ലെങ്കിൽ ചോട്ടുവിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നല്ല അടിപൊളി ഒരു മസാല ദോശയൊക്കെ അകത്താക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് രാമചന്ദ്രനിലാണ്. അവിടെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് ഇവിടെ രാമചന്ദ്രനിൽ വന്നത്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് പഴയ രാമചന്ദ്രനിലാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഇടവഴിയിലുള്ള ആ രാമചന്ദ്രനിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 8-9 വർഷത്തിന് ശേഷമാണ് ഈ രാമചന്ദ്രനിലേക്ക് വരുന്നത്. പുതിയ രാമചന്ദ്രൻ വന്നതിന് ശേഷം എന്തെങ്കിലും റണ്ണിങ് മെറ്റീരിയൽ ലൈനിങ്സൊക്കെ എടുക്കണമെങ്കിൽ അവിടെയാണ് പോവാറ്. ഇതിപ്പോൾ ആൻറ്റിയുടെ കൂടെ ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചത് ഇവിടെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ നല്ല റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇതൊക്കെ സ്റ്റിച്ച്ഡ് ബ്ലൗസിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമ്മൾ കുറേയൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ റണ്ണിങ് മെറ്റീരിയലൊക്കെ നല്ല ഒത്തിരി ഉണ്ടായിരുന്നു. അത് നല്ല ഡിസൈൻസും അജ്രക്കിൻ്റെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ റണ്ണിങ് മെറ്റീരിയലൊക്കെ മുറിച്ച് മേടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചോട്ടുവാണെങ്കിൽ ഇവിടെ ഭയങ്കര കളിയിലാണ്. ചോട്ടു എല്ലാം തൊട്ട് നോക്കി എടുക്കാനൊക്കെ ഉള്ളൊരു ശ്രമത്തിലാണ്. അങ്ങനെ ഇവിടെ കുറേ നേരം ചോട്ടുവിൻ്റെ കൂടെ ചോട്ടുവാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. ചോട്ടുവിനാണെങ്കിൽ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും കിട്ടിയപ്പോൾ ചോട്ടുവും ഞാനും കൂടി ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചു. ചോട്ടു ആദ്യം ആ കബോർഡിനകത്ത് കയറി ഇരുന്നായിരുന്നു. പിന്നെ ചോട്ടു ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനകത്ത് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ചോട്ടു ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇരുന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് എങ്ങനെയെങ്കിലും കിടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചോട്ടു ഇരിക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ കളിയിന് ശേഷമാണ് ചോട്ടുവിന് വലയടിക്കാനായിട്ട് പുതിയൊരു സാധനം കിട്ടിയത്. പിന്നെ കുറേ നേരം അത് വെച്ചായിരുന്നു ചോട്ടുവിൻ്റെ കളി മൊത്തം. പിന്നെ ഞങ്ങൾ വീണ്ടും ഞാൻ അവിടെ റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോട്ടുവും പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വലിച്ച് പറിച്ച് ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. ചോട്ടുവാണെങ്കിൽ ഇങ്ങനെ ഓരോ തുണികളും ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമുക്ക് ഈ തുണികളോടൊക്കെ കുറച്ച് ആഗ്രഹം
കാണുമ്പോഴാണെങ്കിലും ഇങ്ങനെ ചുമ്മാ നോക്കി നോക്കി നിൽക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചോട്ടുവിൻ്റെ കണ്ണിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സാൻഡ. അങ്ങനെ ചോട്ടു ആ സാൻഡേനെയൊക്കെ ഇങ്ങനെ തൊട്ടും എനിക്ക് കാണിച്ചൊക്കെ തന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ മേടിച്ച റണ്ണിങ് മെറ്റീരിയലും എല്ലാം നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ലിഫ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചോട്ടു അവിടുത്തെ ബ്ലൗസും എല്ലാം കൂടി വലിച്ചു വാരി താഴേക്ക് ഇടുമോ എന്നുള്ളൊരു ടെൻഷനിലൊക്കെ നിൽക്കുക. പക്ഷേ ചോട്ടു തൊട്ട് നോക്കുന്നതല്ലാണ്ട് അതിനെ ഒന്നുപോലും താഴേക്ക് തള്ളിയിടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ലിഫ്റ്റ് വന്നതിന് ശേഷം നമ്മൾ താഴെ, ഇതിപ്പോൾ 3rd ഫ്ലോർ എന്തോ ആണ്. അപ്പം നമ്മളിനി താഴെ പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി കൂടെയുള്ള ആൻറ്റിമാരെയൊക്കെ കണ്ട് ചോട്ടുവിന് സംസാരിച്ചും അങ്ങനെയൊക്കെ നിൽക്കുവാണ്. ചോട്ടു ചെറിയൊരു ഷൈയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ ചോട്ടു അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോവാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവിടെ നിറച്ച് സാരീസ് മാത്രമാണ്. താഴെ വന്നപ്പോഴത്തേക്കും ആ ഡോളിന് സാരിയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചോട്ടുവിന് ഇത്തിരി സാരിയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ചോട്ടു സാരിയെല്ലാം തൊട്ട് നോക്കി. അങ്ങനെ നമ്മൾ രാമചന്ദ്രനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പോകുന്നത് മഹാബലിയിലേക്കാണ്. അവിടെ നല്ല അടിപൊളി പായസം കിട്ടും. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പാലട ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പരിപ്പിൻ്റെ പായസമാണ് ഇപ്രാവശ്യം മേടിച്ചത്. അങ്ങനെ പരിപ്പിൻ്റെ പായസമൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. കണ്ടോ നമ്മുടെ മഹാബലിയുടെ സ്പെഷ്യൽ പാലട പായസമൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളതെല്ലാം മേടിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ജ്യൂസെല്ലാം മേടിച്ചു. ചോട്ടുവാണെങ്കിൽ ബസ്സിലിരുന്ന് ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇലക്ട്രിക് ബസ്സാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ. നല്ല സുഖമാണ്, നല്ല സ്മൂത്താണ്, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ ബൈ.